നമസ്കാരം. സംഗീതത്തിന് സ്തുതിഗീതമായി ഖലീൽ ജിബ്രാൻ തൻ്റെ 22-ാം വയസ്സിൽ എഴുതിയ ആദ്യ പുസ്തകം അൽ മ്യൂസിക്ക. അറബിക് പദങ്ങളിൽ നിന്ന് ഇതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ എം.എ. അസ്കറാണ്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നൽകിയിരിക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട്. കുട്ടിക്കാലത്ത് കാറ്റിലേക്കും മഴയിലേക്കും ഓടി ഇറങ്ങിപ്പോകാറുണ്ടായിരുന്നത്രേ ജിബ്രാൻ. ഏകാന്തതയുടെ സഹയാത്രികനായി ആരും കാണാതെ ലബാനോന്റെ താഴ്വരകളിലും കുന്നുകളിലും അവൻ അലഞ്ഞു നടന്നു. ഒരിക്കൽ ബാൽബക്കിൻ്റെ പുരാതന അവശിഷ്ടങ്ങളിലൂടെ കൗതുകത്തോടെ നടക്കുമ്പോൾ ദൂരേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ജിബ്രാൻ കണ്ടു. താങ്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ജിബ്രാൻ ചോദിച്ചു. ഞാൻ ജീവിതത്തിലേക്ക് നോക്കുകയാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഓ, അത്രയുള്ളോ എന്ന ജിബ്രാന്റെ നിസ്സാരമാക്കലിനോട് എന്താ അത്രയും പോരെ എന്ന അയാളുടെ പ്രതികരണം ബാലനായ ജിബ്രാന്റെ ഉള്ളുലച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിലൂടെ കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് തോമസ് അക്കിംബസിൻ്റെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് ഒരു ഭാഗം വീണ്ടും കാണുന്നത്. ശയന നമസ്കാരത്തിൻ്റെയൊക്കെ പതിവ് വായനയിൽ കേട്ട വരികൾ ഒരുപക്ഷെ ജീവിതത്തിലോട്ട് നോക്കാനുള്ള ഒരു കണ്ണാടി പോലെ തോന്നിയത് യാദൃച്ഛികമാകാൻ തരമില്ല എന്നാണ് വിശ്വാസം. കാരണം നോമ്പ് ഇത്തരം സ്വയം വിലയിരുത്തലുകൾക്ക് വേണ്ടി കൂടെയുള്ള നേരമാണല്ലോ. അക്കിംബസിൻ്റെ ആ വരികൾ ഇങ്ങനെയാണ്: നിന്റെ മനസാക്ഷിയെ ഉത്സാഹപൂർവ്വം പരിശോധിക്കണം. നീ ലൗകിക തൽപരനും ദുർമോഹങ്ങളെ അമർത്താത്തവനും വ്യർത്ഥ മനോരാജ്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നവനും ഉല്ലാസങ്ങളിലും ജഡാഹ്ലാദങ്ങളിലും പ്രിയമുള്ളവനും തപസ്സിലും പ്രായച്ചിത്തത്തിലും മന്ദനും ധനം കൂട്ടിവെക്കാൻ കൊതിക്കുന്നവനും ദാനത്തിൽ ലുബ്ധനും വർത്തമാനത്തിൽ അവിവേകിയും മൗനം പാലിക്കാൻ അപ്രാപ്തനും തിരുവചനം കേൾക്കാൻ ഉത്സാഹമില്ലാത്തവനും കെട്ടുകഥകൾ കേൾക്കാൻ അതീവ താല്പര്യമുള്ളവനും പ്രാർത്ഥനകളുടെ അവസാനമെത്താൻ ധൃതിയുള്ളവനും പെട്ടെന്ന് കോപിക്കുന്നവനും എളുപ്പത്തിൽ അന്യരെ മുഷിപ്പിക്കുന്നവനും കുറ്റം വിധിക്കാൻ ഇഷ്ടപ്പെടുന്നവനും നന്മകൾ ചെയ്യാമെന്ന് പലപ്പോഴും പ്രതിജ്ഞ എടുക്കുന്നവനും എന്നാൽ വളരെ കുറച്ച് മാത്രം നിറവേറ്റുന്നവനുമാണ് എന്നോർത്ത് പശ്ചാത്തപിക്കണം. ശരിക്കും ഉള്ളിലോട്ടിങ്ങനെ നോക്കിയിരിക്കുക അത്ര ലളിതമായൊരു സംഗതിയല്ല എന്ന് നാമൊക്കെ എന്നാണ് ഇനി മനസ്സിലാക്കുക പ്രിയരെ. സത്യസന്ധമായ മനസ്താപവും ആന്തരികമായ വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ നേടണം. നമസ്കാരം.